ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖല്ലേ? അപ്പം നമുക്ക് ഇന്ന് പാലക്കാടൻ സ്റ്റൈലിലുള്ള ഒരു ഓലൻ റെസിപ്പി നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു അര കുമ്പളങ്ങയാണ് എടുത്തിട്ടുള്ളത്. കുമ്പളങ്ങ മാത്രമേ നമ്മൾ ഓലനിൽ ഇടുന്നുള്ളൂ. നമ്മളിതാ കുമ്പളങ്ങ ഈ ഷേപ്പിൽ നുറുക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് തൊലി കളഞ്ഞ് ഇത് ഏറ്റവും കനം കുറച്ച് തന്നെ അരിയാൻ നോക്കാം. അപ്പോൾ ഓലൻ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കഷ്ണങ്ങൾ എപ്പോഴും കനം കുറച്ച് അരിയാൻ നോക്കണം. അപ്പോൾ സദ്യകളിൽ തന്നെ ഏറ്റവും എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയ ഒരു വിഭവമാണല്ലോ ഓലൻ. അപ്പോൾ നമ്മൾ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് കനം കുറച്ച് തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 2 പച്ചമുളകും കൂടി ആവശ്യമുണ്ട് കേട്ടോ. അപ്പം നാളികേരപ്പാൽ പിഴിയുന്ന ഒരു പണി ഒഴിച്ചാൽ നമുക്ക് വേറെ പ്രത്യേകിച്ച് ഇതിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ഒരു കറിയാണ്. അപ്പം ഇനി നമുക്ക് വേണ്ടത് 1 നാളികേരമാണ് ആവശ്യമുള്ളത്. അപ്പോൾ 1 നാളികേരത്തിൻ്റെ ആദ്യത്തെ പാലെടുത്തതിന് ശേഷമുള്ള നാളികേരമാണിത്. ഇനി നമുക്ക് 2ാം പാൽ എടുക്കണമെങ്കിൽ മിക്സിയിൽ ഇട്ടതിന് ശേഷം നമുക്ക് ഒരു 3/4 ഗ്ലാസോളം വെള്ളം മാത്രം ഒഴിച്ചിട്ട് വേണം നമ്മൾ പാലെടുക്കാൻ. കാരണം നമ്മൾ ഈ ഓലൻ കുക്കറിലാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ വെള്ളം കൂടി പോവാതിരിക്കാൻ അത് ശ്രദ്ധിക്കണം. നമുക്ക് 2ാം പാൽ ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കുക്കറിലോട്ട് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ 2ാം പാൽ ഒഴിച്ചിട്ട് വേണം നമുക്ക് വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കരുത്. പിന്നെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പം നമ്മൾ കഷ്ണങ്ങളൊക്കെ ഇട്ട് വേവിക്കാൻ വെക്കുമ്പോൾ തന്നെ നമ്മൾ ഇതിൽ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കല്ലുപ്പാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ വേഗം വെന്ത് കുഴഞ്ഞു പോവാതിരിക്കാൻ നമ്മൾ കല്ലുപ്പ് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമുക്ക് ഇപ്പോൾ ഉപ്പ് പൊടി ഉപയോഗിക്കുകയാണെങ്കിൽ വേഗം കഷ്ണങ്ങളെല്ലാം നമുക്ക് വെന്ത് കിട്ടുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ ഒരേ ഒരു വിസിൽ വന്നാൽ മാത്രം മതിയാവും. ഇത് അത്യാവശ്യത്തിന് വെന്ത് കിട്ടും. അപ്പോൾ ഒരു വിസിൽ വന്നതിന് ശേഷം ഞാൻ ഇതവിടെ വേവിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇനി കുറച്ചുകൂടെ വെള്ളം നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചതിന് ശേഷം ഒന്ന് വറ്റിച്ചെടുക്കാം. എന്നിട്ട് വേണം നമ്മൾ ഇതിലേക്ക് 1ാം പാൽ ചേർക്കേണ്ടത്. കുറച്ച് വെള്ളത്തോട് കൂടിയുള്ള ഓലനാണ് നമുക്ക് ആവശ്യമെങ്കിൽ അപ്പം തന്നെ നമുക്ക് 1ാം പാൽ ചേർത്തതിന് ശേഷം വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. പക്ഷേ ഇത് കുറച്ച് കട്ടിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 2 മിനിറ്റ് ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ, 2ാം പാലിലെ വെള്ളം. അപ്പം ഞാനിവിടെ കുറച്ചൊന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് 1ാം പാൽ ചേർത്തിട്ടുള്ളത്. എന്നിട്ട് കറിവേപ്പിലയും 2 സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഏറ്റവും എളുപ്പത്തിൽ തന്നെ സദ്യ ഓലൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ പാലക്കാടൻ സ്റ്റൈൽ ഓലൻ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. ഇന്നത്തെ ഈ കുഞ്ഞു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ.